കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിലേക്ക് അതിശക്തമായ ആക്രമണ പരമ്പര തന്നെ നടത്തി എന്നുള്ളതാണ്. ഗസയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ 30-ൽ പരം ആളുകളെ വധിച്ചു കളയുകയും നിരവധി ആളുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇന്നലെയൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. ഹമാസ് പറയുന്നത്, അല്ലെങ്കിൽ ഗാസയിലെ ഗവൺമെൻറ് അതോറിറ്റികൾ പറയുന്നത്, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ആവശ്യപ്രകാരം വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേൽ എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് യുദ്ധമില്ല, എന്നാൽ ഗസയിൽ സമാധാനവുമില്ല എന്ന ഒരു രീതിയിലേക്കാണ്, എന്ന ഒരു ടേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ ഗസയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി നമുക്കറിയാം, ഇസ്രയേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യം നിറവേറ്റി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത്തരം കരാറുകളെയൊക്കെയും ലംഘനം നടത്തുന്ന ഒരു രീതിയാണ് ഇസ്രയേൽ എന്ന രാജ്യത്തിനുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദപ്രകാരം, അതായത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ട്രംപിനുണ്ടായ സമ്മർദ്ദം മൂലം ട്രംപ് ഇസ്രയേലിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് ബെന്യാമിൻ നെതന്യാഹുവും ഇസ്രയേലും എത്തുന്നത് തന്നെ. എന്നാൽ ആ ഒരു കരാറിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, ഇസ്രയേലിലെ ഈ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയിലെ തന്നെ ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ വോട്ടെടുപ്പിലും മറ്റും പങ്കെടുത്തില്ല, അവർ മാറി നിന്നു. അപ്പോഴും യുദ്ധം അവസാനിപ്പിക്കരുത്, യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം, ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് വരെ അത് തുടരണം, അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നു തീർക്കണം എന്നൊക്കെയുള്ള ആശയക്കാരാണ് തീവ്ര വലതുപക്ഷക്കാരെന്ന് പറയുന്ന ഇസ്രയേലിലെ ചില മന്ത്രിമാർ. എന്നാൽ ട്രംപിന്റെ സമ്മർദ്ദം മൂലം ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും താൽക്കാലികമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ വെടിനിർത്തലിലേക്ക് എത്തിയതിന് ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ ബെന്യാമിൻ നെതന്യാഹുവിനും അവിടെയുള്ള ഇസ്രയേലിലെ ഭരണകർത്താക്കൾക്കും പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷക്കാർക്കും തോന്നുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രംപിൻ്റെ പുതിയ ഗസ പ്ലാൻ പ്രകാരം കഴിഞ്ഞ ദിവസം UN ഒരു വോട്ടെടുപ്പ് നടന്നു. ആ പ്രമേയം UN പാസ്സായി എന്നുള്ളതാണ്. ആ പ്രമേയത്തിൽ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഗസയിൽ പൂർണ്ണമായും സമാധാനം കൊണ്ടുവരികയും അങ്ങനെ ഒരു അന്തർദേശീയ ഫോഴ്സിനെ ഗസയിൽ നിയമിക്കുകയും ഗസ റീബിൽഡ് ചെയ്യുകയും അതിനുശേഷം ഒരു സമാധാനപരമായ ഒരു പലസ്തീൻ സ്റ്റേറ്റിലേക്കുള്ള ഒരു പാത്വേ തുറക്കും എന്നു തന്നെയാണ് ആ ഒരു UN പ്രമേയത്തിൽ പറയുന്നത്. ഈ പ്രമേയം കണ്ടതു മുതൽ, അല്ലെങ്കിൽ ഒരു പലസ്തീൻ സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വഴിയൊരുക്കുന്നു എന്ന ചർച്ച ലോകത്ത് തുടങ്ങിയത് മുതൽ ഇത് ഗസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയാണോ എന്ന ഭയത്താൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടരുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗസയിൽ നടത്തിയ ആക്രമണം. അതായത് ഗസയിൽ ഒരിക്കലും സമാധാനമുണ്ടാവാൻ പാടില്ല, ഗസയിൽ ഒരു അന്തർദേശീയ ഫോഴ്സ് വരുന്നതിനെ ഇസ്രയേൽ ഇപ്പോഴും എതിർക്കുന്നു. അതായത് ഈ അന്തർദേശീയ ഫോഴ്സ് ഗസയുടെ മണ്ണിലേക്ക് കയറലോടുകൂടി ഒരു പക്ഷേ യെല്ലോ ലൈനിന് ഇപ്പുറത്ത് ഗസയുടെ പകുതി ഭാഗം കീഴടക്കി ഗസയുടെ 3 ഭാഗവും ഇപ്പോഴും തടിച്ചുകൂടിയിരിക്കുന്ന, നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഇസ്രയേൽ സേന ഒരു പക്ഷേ അവിടെ നിന്ന് മടങ്ങേണ്ടി വരും എന്നുള്ളത് അവരെ ഏറെ ഭയപ്പെടുത്തുകയും ഏറെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 2 വർഷം യുദ്ധം ചെയ്തിട്ട് ഗസയുടെ ഒരു തരി മണ്ണ് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയും, അതുപോലെ യുദ്ധലക്ഷ്യമായ ഹമാസിനെ നിരായുധീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇസ്രയേലിനുണ്ടാവുമ്പോൾ സ്വാഭാവികമായി അവർക്കത് വിഷമമുണ്ടാക്കുമെന്നുള്ളതാണ്. അവരുടെ ബന്ദികളെ അവർക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല, അവർക്ക് ഹമാസിനെ നിരായുധീകരിക്കാൻ കഴിഞ്ഞില്ല, ഗസയിലെ മണ്ണ് തീരെ പിടിച്ചെടുക്കാനും കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗസയിൽ കൊന്നു തള്ളി എന്നുള്ളതല്ലാതെ ഒരു യുദ്ധവിജയവും ഇസ്രയേൽ അവിടെ കൈവരിച്ചില്ല എന്നുള്ളതാണ് ഇതൊക്കെ
മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒന്നും കൈവരിക്കാതെ ഗസയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ വലതുപക്ഷ തീവ്രവാദ കക്ഷികളായ തീവ്ര വലതുപക്ഷ കക്ഷികളിൽ നിന്ന് ബെന്യാമിൻ നെതന്യാഹുവിനും ഭരണകർത്താക്കൾക്കും ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഗസയിൽ ഒരിക്കലും സമാധാനമില്ല, എന്നാൽ വെടിനിർത്തൽ തുടരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇത്തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം ഘട്ടത്തിലേക്ക്, വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അടുത്ത ഗസയിലെ ഇത്തരത്തിൽ അന്തർദേശീയ ഫോഴ്സ് നിലവിൽ വരികയും ഗസ റീബിൽഡ് ചെയ്യുന്ന പ്രക്രിയകൾ ആരംഭിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുവാൻ ബെന്യാമിൻ നെതന്യാഹു സമ്മതിക്കുകയില്ല എന്ന വാർത്ത ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും ഒരു ഫലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അതുപോലെ ബെന്യാമിൻ നെതന്യാഹു അത് ലോകത്തോട് വിളിച്ചു പറയണമെന്ന ആവശ്യവും ഈ തീവ്ര വലതുപക്ഷം തവണകളായി അവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇസ്രയേലിൻ്റെ പരിസര പ്രദേശങ്ങൾ എപ്പോഴും അധിനിവേശം നടത്തുകയും അവിടെ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് കൊന്നു തള്ളുകയും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. മുമ്പ് ഖത്തറിൽ CNN നടത്തിയ ഒരു അഭിമുഖത്തിൽ ഹമാസ് നേതാവ് പറഞ്ഞതുപോലെ കൊല്ലുക, വീണ്ടും കൊല്ലുക, വീണ്ടും കൊല്ലുക, എന്നിട്ട് വീണ്ടും വീണ്ടും കൊല്ലുക, എന്നാലും മതിവരാത്ത ഒരു രാജ്യമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ലോകത്ത് ഏകദേശ രാജ്യങ്ങളും ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ജർമ്മനി പോലെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രയേലിന് ആയുധം കൈമാറുന്നു എന്ന് കേൾക്കുന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ജർമ്മനി വീണ്ടും ഇസ്രയേലിന് ആയുധം കയറ്റുമതി തുടങ്ങിയിരിക്കുന്നു. ഇത് ലോകത്തിന് മാതൃകയാണ്. മറ്റുള്ളവരും, അതായത് ആയുധം കയറ്റി അയക്കൽ നിർത്തിവെച്ച ഫ്രാൻസിനെ പോലെയുള്ള അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ കൂടി ഇസ്രയേലിന് ആയുധം കയറ്റുമതി പുനരാരംഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവർ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചിട്ടുമില്ല. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഗസയിൽ മാത്രമാണോ ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്? UN-ന്റെ ഒരു റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഹിസ്ബുള്ളയുമായി ലബനാനിൽ വെടിനിർത്തൽ കരാറിൽ നിലവിൽ വന്നതിന് ശേഷം തന്നെ ആയിരക്കണക്കിന് ലംഘനങ്ങൾ, ആയിരക്കണക്കിന് വ്യോമ ലംഘനങ്ങൾ തന്നെ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രൗണ്ട് ലെവൽ ലംഘനങ്ങൾ ആയിരക്കണക്കിന് അതും നടത്തിയിട്ടുണ്ട്, വ്യോമാക്രമണങ്ങൾ അതും നടത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ബെന്യാമിൻ നെതന്യാഹു സിറിയയിലെ ഗോലാൻ കുന്നുകളിലേക്ക് സന്ദർശനം നടത്തി എന്നുള്ളതാണ്. എന്താണ് ഈ ഗോലാൻ കുന്നിൻ്റെ പ്രത്യേകത? സിറിയയുടെ ഭാഗമായി കിടന്ന ഗോലാൻ കുന്നുകൾ ബഷാറുൽ അസദിൻ്റെ പതനത്തോടുകൂടി ജൂലാനി അവിടെ ഭരണത്തിലേറുന്ന ഒരു സമയത്ത് അവിടെയുള്ള ഒരു പ്രത്യേക ഘട്ടം, എന്നാൽ ഈ താൽക്കാലികമായി ജൂലാനി ഭരണത്തിൽ കയ്യേറുന്നു, ഭരണത്തിലിരിക്കുന്നു. എന്നാൽ ബഷാർ അസദിൻ്റെ പതനത്തോടുകൂടി അദ്ദേഹം റഷ്യയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട്, അവിടുത്തെ ഒരു ഭരണമാറ്റ സന്ദർഭം മുതലാക്കിക്കൊണ്ട് സിറിയയിൽ ഉടനീളം ആക്രമണം നടത്തുകയും അവിടെയുള്ള എല്ലാ ആയുധക്കോപ്പുകളും അവരുടെ എല്ലാ സജ്ജീകരണങ്ങളും ബോംബിട്ട് തകർത്തു കളയുകയും ഇപ്പുറത്ത് സിറിയയുടെ ഒരു ഭാഗം കുന്നുകൾ ഇസ്രയേൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. താൽക്കാലികമായാണ് ഞങ്ങൾ ഈ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുന്നത് എന്ന് ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണെന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞെങ്കിലും പിന്നീട് ഇസ്രയേൽ കെറ്റ്സ് പോലെയുള്ള അവിടുത്തെ പ്രതിരോധ മന്ത്രിമാർ പറഞ്ഞത് ഇത് ഞങ്ങൾ തുടരുകയും സിറിയയുടെ ഒരു വലിയ ഭാഗം തന്നെ ഞങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ്. ഇക്കഴിഞ്ഞ ദിവസം ബെന്യാമിൻ നെതന്യാഹു അവിടെ സന്ദർശനം നടത്തുകയും സിറിയൻ സർക്കാർ അതിനെ അപലപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ എല്ലാ അയൽവാസി രാജ്യങ്ങളിലേക്കും എല്ലാ നൈബേഴ്സിലേക്കും ഇസ്രയേൽ തുടർച്ചയായി ആക്രമണങ്ങൾ അയച്ചുവിടുകയും അവിടെയൊക്കെ അധിനിവേശം നടത്തുകയും പിടിച്ചെടുക്കുകയും ആളുകളെ കൊന്നു തീർക്കുകയും ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് രാജ്യമായി ഇസ്രയേൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേലിന് മുമ്പ് തന്നെ അധിനിവേശ പരിചയമുണ്ട്. ഇസ്രയേലിൻ്റെ ചരിത്രം തന്നെ ഒരു അധിനിവേശ രാജ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത്തരത്തിൽ ആധുനികമായ ഈ ഒരു കാലഘട്ടത്തിൽ പോലും
ലോകത്തെ ഇത്തരം എല്ലാ അന്താരാഷ്ട്ര സംവിധാനങ്ങളെയും നിയമത്തെയും വീണ്ടും വീണ്ടും കാറ്റിൽ പറത്തുകയും എല്ലാവരെയും നോക്കുകുത്തിയായി ഇസ്രയേലിന് എത്ര നാൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കലും അധിനിവേശവും ജനിസൈഡുമൊക്കെ നടത്തി ഈ ലോകത്ത് തുടരാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ഈ ചെയ്ത്ത് വർദ്ധിച്ചപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരാവുകയും അമേരിക്കൻ നാടുകളിൽ നിന്ന് പോലും ഇസ്രയേലിനെതിരെ ശബ്ദം ഉയരുകയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമാണ് നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിലേക്ക് ആയുധം കയറ്റി അയക്കാതിരിക്കുകയും ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗസയിലെ ഈ വെടിനിർത്തൽ ഇസ്രയേലിന് തീരെ ബോധിച്ചിട്ടില്ല. സമ്മർദ്ദം മൂലം മാത്രമാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേൽ എത്തിയത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പോകുവാൻ ട്രംപിനോ അല്ലെങ്കിൽ ട്രംപിനോടൊത്ത് സൈൻ ചെയ്തിട്ടുള്ള ഈ പീസ് കരാറിൽ ഒരുമിച്ചിട്ടുള്ള ഈജിപ്തും ഖത്തറും തുർക്കിയും അടങ്ങുന്ന രാജ്യങ്ങൾക്കോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഇതിനെ അട്ടിമറിക്കലാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വെടിനിർത്തൽ കരാർ എവിടം വരെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം. തൽക്കാലം വീണ്ടും കാണാം.